നമ്മളിങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനിന് വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. എവിടെയാണ് പോകുന്നത്? പോകുന്നു. അഭിലാഷ് കളിക്കാം. അച്ഛനെ പിടിച്ച് തള്ളിയിട്ട് അഭിലാഷ് കളിക്കാം. സമയം 5:30. ഇവിടെ നേരം ഇങ്ങനെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മള് അച്ഛനും ചക്കരയും ഞാനും മണിയുണ്ട് ഇവിടെ. അതോ കുറച്ച് പേര് ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. നമ്മളിങ്ങനെ നടന്ന് പാറശാല വരെ പോയിട്ട് നമ്മൾ അവിടുന്ന് ട്രെയിൻ കയറി എവിടെയാണ് പോകുന്നത്? പോകുന്നു. പണ്ട് പട്ടി പിടിച്ചിട്ടുള്ളത് ഇവിടുന്നാണ്. ഇവിടുന്ന് ഈ ഗേറ്റിന്റെ വെളിയിൽ നിന്ന് ഒരു പട്ടി ഇങ്ങനെ ഓടി വന്നിട്ട് ഇതിലേക്ക് കഴുത്ത് പോയിട്ട് പഠിച്ച് എന്നിട്ടാ പട്ടിക്ക് എന്തെങ്കിലും പറ്റിയ? പട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പം ചത്തുപോയി. പക്ഷെ എനിക്ക് ഇഞ്ചക്ഷൻ ഒന്നും എടുത്തില്ല. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമായിരുന്നു. 3ാം ക്ലാസ്സിലോ? അമ്മ എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു വന്നത്? 3ാം ക്ലാസ്സിൽ പഠിച്ചു. 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴത്തേക്ക് എന്റെ അച്ഛൻ ഇവിടെ ആയിരുന്നു ജോലി. അച്ഛൻ പറഞ്ഞ് മക്കള് വൈകുന്നേരം ആകുമ്പോ വന്ന ചായയും വടയും വാങ്ങി തരാം. ക്യൂട്ട്നെസ് കുറച്ച് കുറയ്ക്കും. എന്റെ അച്ഛന്റെ അമ്മേനും കാര്യം പറയുമ്പോ എനിക്ക് ഭയങ്കര ക്യൂട്ട്നെസ് ആണ്. പാറശാല റെയിൽവേ സ്റ്റേഷൻ. നമ്മളിങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനിന് വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. സൗണ്ട് ഇല്ലാതെ പറഞ്ഞത് നിർത്താറായതുകൊണ്ട് നമ്മൾ ട്രെയിൻ വന്നു. നമ്മൾ നാട്ടുകാരെ പോവാം. അങ്ങനെ ട്രെയിനിൽ കയറി വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നുകൊണ്ട് നമുക്ക് സൈഡ് സീറ്റൊക്കെ കിട്ടി. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നമ്മളങ്ങനെ ഇരണിയിൽ എത്തിയിട്ടുണ്ട്. ഇരണിയിലല്ലേ? കുറച്ച് സമയം ഫിൽറ്റർ ഇടുമ്പോൾ നമ്മളെ മുഖം ഒരുപോലെ ഉണ്ടല്ലോ. കുറച്ച് മേക്കപ്പ് ഇല്ലെന്നുള്ളതാണ്. അത് മേക്കോ അല്ലടാ പൊട്ട, പുകയാണത്. പുകയാണത്, മേക്കൊന്നും അല്ല. അഭിലാഷ് കളിക്കാം. അച്ഛനെ പിടിച്ച് തള്ളിയിട്ട് അഭിലാഷ് കളിക്കാം. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ്റെ ഏകദേശം അടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പം നാഗർകോവിൽ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ തൊട്ടടുത്തുള്ള സുചീന്ദ്രം ടെമ്പിളിൽ പോകണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ സുചീന്ദ്രം ടെമ്പിളിൽ പോയി. അപ്പോൾ സീറ്റ് ഇങ്ങനെ ഗ്രില്ല് പോലത്തെ ഒരു സീറ്റായിരുന്നു ആ ബസ്സിൽ. അങ്ങനെ നമ്മൾ സുചീന്ദ്രം ടെമ്പിളിലാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കന്യാകുമാരിയിലോട്ട് പോവുള്ളൂ. വാവ്, അയ്യോ സോറി, കുളിസിനായി. അപ്പം ഇതാണ് നമ്മുടെ ടെമ്പിൾ. രഥം, ആരുടെ രഥം? ഉത്സവത്തിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന രഥം. ഇതാണ് ടെമ്പിളിൻ്റെ എൻട്രൻസ് ആയിട്ട് വരുന്നത്. ഭയങ്കര ക്രൗഡായിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ഫോട്ടോഗ്രാഫി അത്ര അലൗഡ് അല്ലാത്തത് കൊണ്ട് എനിക്ക് കുറച്ച് ക്ലിപ്സൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ആൻഡ് ഉള്ളിലേക്ക് പോയപ്പോൾ അവിടെ തന്നെ അർച്ചനയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഒരെണ്ണം വാങ്ങിയിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. ഉള്ളിലേക്ക് പോയപ്പോൾ പത്മനാഭസ്വാമി ടെമ്പിളാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ ഒരു ഏൻഷ്യൻറ്റ് റോയൽ വൈബായിരുന്നു. റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ഇത്ര വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ. ഇതാണ് അവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. ഹനുമാൻ സ്വാമിയാണ്. ദൈവത്തിന് ഇങ്ങനെ വടഹാരമൊക്കെ ആൾക്കാർ നേർച്ചയായിട്ട് കൊടുക്കാറുണ്ട്. ആ വട പിന്നെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രസാദമായിട്ടും കൊടുക്കാറുണ്ട്. അങ്ങനെ ഇതാണ് ടെമ്പിളിൻ്റെ ഒരു മൊത്തത്തിലുള്ള ലുക്ക്. അങ്ങനെ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ സുശീന്ദ്രം ടെമ്പിളിൽ തൊഴുത് ഇറങ്ങി. നമ്മൾ ഇനി അടുത്ത് അങ്ങോട്ടാണ് പോകുന്നത്, കന്യാകുമാരി. ഓക്കെ, ഇത് തന്നെ നേരത്തെ പറഞ്ഞത്. ഫുഡ് കഴിക്കണം, അതിനുശേഷം കന്യാകുമാരി. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ കന്യാകുമാരി എത്തി. ഭയങ്കര തിരക്കാണ് ഇവിടെ. നമുക്കിനി അങ്ങോട്ട് പോവാം. വലിയ ക്യൂ കാണാം. അങ്ങനെ ഒരു വലിയ ക്യൂ ആയതുകൊണ്ട് ക്യൂ നിൽക്കാൻ മടിച്ച് ഞങ്ങൾ ദൂരെ നിന്ന് തന്നെ വിവേകാനന്ദ പാറ കണ്ടു. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ശേഷം ഞങ്ങൾ ഐസ്ക്രീം കുടിക്കാൻ വേണ്ടി കയറി. ഞങ്ങളല്ല ഐസ്ക്രീം കുടിച്ചത്, അവർ മാത്രം ഐസ്ക്രീം കുടിച്ചോളൂ. ഞാനിവിടെ മഞ്ഞുരുകും കാലത്തിൽ ജാനിക്കുട്ടിയെ പോലെ വെറുതെ നിൽക്കുകയായിരുന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങ് നമ്മൾ നടന്ന് ഒരുപാട് നേരം നടന്ന് കടൽ കണ്ടിരിക്കുകയാണ്. അങ്ങനെ കടലിലേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ കൽപ്പടവ് പോലെ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നത്, കാരണം ഒരുപാട് വർഷമായി ഇവിടെ വന്നിട്ട്. അങ്ങനെ ഞാനും ചക്കരയും കൂടെ അതിൻ്റെ പുറത്തിരുന്ന് കടൽ തിരകളെ ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് കടലിലോട്ട് ഇറങ്ങണമെന്ന് തോന്നി. അങ്ങനെ കുറച്ച് അപ്പുറത്തോട്ട് മാറി കടലിലോട്ട് ഇറങ്ങി. പക്ഷേ ഡ്രസ്സൊന്നും നനയാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമുണ്ടായതിനാൽ ഞങ്ങൾക്ക് അത്ര ആസ്വദിക്കാൻ പറ്റില്ലെങ്കിലും മണിയുണ്ട് അവിടെ കിടന്ന് തുള്ളിച്ചാടി കുളിച്ച് മറിഞ്ഞ് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കടലിൽ കൊണ്ടുപോയിട്ട് ഡ്രസ്സ് നനയാൻ പാടില്ല എന്നുള്ള പോളിസി എന്തൊരു കഷ്ടമാണ്. ഞങ്ങൾ ഇത്രയെങ്കിലും ഇറങ്ങി. അവിടെ അച്ഛനും ചേട്ടനും ഇതുപോലും ചെയ്ത് ദൂരെ മാറി നിന്ന് ഫോട്ടോസും വീഡിയോസും മാത്രം എടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം എനിക്ക് കടലിൽ നിന്ന് പവിഴപ്പുച്ച കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നുള്ളി പറക്കുന്ന ദൃശ്യങ്ങളാണ്. പക്ഷെ അത് പവിഴപ്പുച്ചായിരുന്നില്ല, കുറച്ച് അസ്ഥിയും കൂടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. അങ്ങനെ അതെല്ലാം നുള്ളി പറക്കി കളഞ്ഞിട്ട് ഞങ്ങൾ പോയപ്പോൾ കൈ നോട്ടക്കാരി ഒരു അമ്മുമ്മയെ കണ്ടു.
மலை போல ஆபத்து தோஷம்லாம் விளைவிச்சு ஆபத்து தோஷம்லாம் விளைவிச்சு ഇതിലൊന്നും വലിയ വിശ്വാസം ഇല്ലെങ്കിലും ബാബ അമ്മച്ചിക്ക് ഒരു സഹായമാവുമല്ലോ എന്ന് കരുതിയാണ് നിന്ന് കൊടുത്തത്. ഇവിടുന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കാരണം ഇവിടെ നിന്നാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത്. വിവേകാനന്ദ പാറയൊക്കെ ഇവിടെ നിന്ന് നന്നായിട്ട് കാണാം. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. എല്ലാവരും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നേരത്തെ ഐസ്ക്രീമിൻ്റെ കഥ പോലെ തന്നെ ഇവിടെ എനിക്ക് മാത്രം ഫുഡില്ല ഗൈസ്. അങ്ങനെ വീണ്ടും ഞാൻ മഞ്ഞുരും കാലത്തിൽ ജാനിക്കുട്ടിയെ പോലെ ഇരിക്കുകയായിരുന്നു. കാരണം ഫുഡ് വരാൻ കുറച്ച് ലേറ്റായി, അത്രയേ ഉള്ളൂ. അങ്ങനെ എൻ്റെ ഫുഡും വന്നു. അങ്ങനെ ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ തെരുവോരങ്ങളിലൂടെ ഷോപ്പിങ്ങിനായിട്ട് നടക്കുകയാണ്. പക്ഷേ ഇതുവരെ ഒന്നും വാങ്ങിയില്ലെന്ന് മാത്രം. അങ്ങനെ മണികണ്ഠൻ്റെ ഒരു തൊപ്പി വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ തൊപ്പി വാങ്ങാൻ കയറി. അവൻ്റെ 2K കിഡിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരു തൊപ്പിയുടെ കുറവും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ തൊപ്പിയൊക്കെ വാങ്ങി വെച്ച് നോക്കി. അവൻ്റെ തല കുറച്ച് വലുതായതുകൊണ്ട് കറക്റ്റ് സൈസ് തൊപ്പിയിടാൻ കുറച്ച് പാടാണ്. എന്നാലും നല്ലൊരു തൊപ്പി കിട്ടി. നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ വേണം. സൺസെറ്റ് ഒന്നും കാണാൻ നിൽക്കുന്നില്ല. സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്തോ. ഇനിയിപ്പോൾ ലേറ്റ് ആവും, ട്രെയിനൊന്നും കിട്ടൂല. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു ചാച്ച. അങ്ങനെ ഞങ്ങൾ ഒന്നും നടന്നില്ലല്ലോ എന്ന് പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമായിരുന്നു. അങ്ങനെ നമ്മുടെ ഫ്ലോപ്പായ ട്രിപ്പിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് വീണ്ടും പറശ്ശിനിയിലെത്തിയിരിക്കുകയാണ്. അമ്മ റിവ്യൂ പറയും ട്രിപ്പിൻ്റെ. നമുക്ക് പറ്റിയ അമളികളെന്ന് അമളി വന്നിട്ട് വല്യച്ഛൻ്റെ അടുത്ത് കേടാദ്യം സൺസെറ്റും കണ്ടില്ല, ഒരു കുന്തവും കണ്ടില്ല. ശരിയല്ലെങ്കിൽ അവിടെ ആ 3 മണിക്കൂർ അവിടെ കയറി ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ക്യൂവിൽ നിന്ന് വിവേകാനന്ദ പാറയെങ്കിലും കണ്ടിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ആയാലും. പക്ഷെ ചുമ്മാ ഞാൻ ജോലി കളഞ്ഞ് ഇതിനെല്ലാം വലിച്ചഴിച്ച് കൊണ്ടുപോയി. 4-5 കിലോമീറ്റർ ക്യൂ ഉണ്ടായിരുന്നോണ്ട് പിന്നെ നമ്മൾ അത് വേണ്ടെന്ന് വെച്ചു. മാറ്റിട്ടേ ഇങ്ങോട്ട്.